അത്ഭുതം എനിക്കായി ചെയ്തിരുന്നില്ലെങ്കിൽ ലോകജീവിതം നഷ്ടമായേനെ. എനിക്കായി പ്രവർത്തിച്ച നിൻ കരം നീട്ടി എന്നെ തൊടേണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ വീണ്ടെടുത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. സമാഗമന കൂടാര പഠന പരമ്പരയിലെ 18ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് ഇത്രത്തോളം എപ്പിസോഡുകളിൽ നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ക്ലാസ്സുകൾ എടുക്കുവാനും അത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ ഈ ടീമിൽ നിൽക്കുന്ന എല്ലാവരെയും സഹായിച്ചു. അതിനായി കർത്താവിന് മാനവും മഹത്വവും ബഹുമാനവും എല്ലാം അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പാദപീഠത്തിങ്കൽ കടന്നു വരുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട വചനവുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കണമേ. സത്യവചനം മാത്രം സംസാരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നാട്ട്. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഉപദേശങ്ങളെ വ്യക്തമായും പിറക്കിയെടുത്ത് വിളമ്പിക്കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാം ജീവൻ തന്ന അങ്ങയുടെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രാകാരത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രാകാരത്തൂണുകളെക്കുറിച്ചും അതിൻ്റെ അകലങ്ങളെക്കുറിച്ചും അകലങ്ങളുടെ സംഖ്യകളെക്കുറിച്ചും അളവുകളെക്കുറിച്ചും തൂണുകളിൽ പൊതിഞ്ഞിരിക്കുന്ന പൊന്നിനെക്കുറിച്ചും തൂണുകൾ ഉറപ്പിച്ചു നിർത്തുന്ന അതിൻ്റെ താമ്ര ചുവടുകളെക്കുറിച്ചും തൂണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളി പടികൾ, ആ പടികൾ കൊളുത്തുന്ന കൊളുത്തുകൾ, ആ കൊളുത്തുകളിൽ തന്നെ കൊളുത്തുന്ന പഞ്ഞിനൂൽ, മറശ്ശീല, പഞ്ഞിനൂലിൻ്റെ അർത്ഥങ്ങൾ, തൂണുകളുടെ മുകളിൽ കമഴ്ത്തി വച്ചിരിക്കുന്ന കുമിഴുകൾ പോലെയുള്ള ഭാഗം, ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചു. ഈ പ്രാകാര മറശ്ശീല 280 മുഴം നീളത്തിൽ തൂക്കുന്നു. അതിനുശേഷമുള്ള 20 മുഴത്തിൽ 4 തൂണുകളിലാണ് പ്രാകാരത്തിലേക്ക് കടക്കുവാനുള്ള വാതിൽ മറ നമ്മൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം 27:16 അതിൻ്റെ കൽപ്പന കാണുവാൻ കഴിയും. അത് ഞങ്ങൾ വായിക്കുന്നു. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. ഇവിടെയും കണക്കുകൾക്കൊന്നും കൃത്യതയോടുകൂടി വ്യത്യാസം വരുത്താതെയാണ് യഹോവയാം ദൈവം മോശയോട് കൽപ്പിക്കുന്നത്. ചിത്രത്തയ്യൽ പണിയായി നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. നൂലുകളെ പഠിച്ചപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചിരുന്നു, ഒരു ഭാഗത്തു മാത്രമേ പിരിച്ച പഞ്ഞിനൂൽ ആദ്യം പറയുന്നുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും നീലനൂലാണ് പറയുന്നത്. സമാഗമന കൂടാരത്തിൽ പ്രധാനമായും 3 വാതിലുകളാണുള്ളത്. അതിലൊന്നാമത്തെ വാതിലിനെക്കുറിച്ച് നമ്മളിവിടെ വായിച്ചത്, അത് പ്രാകാരത്തിലേക്ക് കടക്കുമ്പോഴുള്ള വാതിൽ മറ. അത് ഇവിടെ കാണിക്കുന്ന പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേത് മറശ്ശീലയാണ്. അത് 26-36-37 നമുക്ക് കാണുന്നുണ്ട്. അത് വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതിനുള്ള മറശ്ശീലയാണ്. മൂന്നാമത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന തിരശ്ശീലയാണ്. നമ്മുടെ മലയാളം ബൈബിളിൽ തിരശ്ശീലയെന്ന് കാണുന്നു.
അതിനെ പുറപ്പാട് പുസ്തകം 26:31 കാണാം. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കുവാനുള്ള ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകുന്നു. മലയാളം ബൈബിളിൽ വാതിൽമറ, മറശീല, തിരശീല എന്നൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ കർട്ടൻ എന്ന് മാത്രമേ ഉള്ളൂ. അത് മുൻപോട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളത് ചാർട്ടായിട്ട് കാണിക്കും. പക്ഷേ കാലാന്തരത്തിൽ ഈ കൂടാരത്തിൻ്റെ മുൻപിലുള്ള മറശീലയ്ക്ക് ഒന്നാം തിരശീലയെന്നും അതിവിശുദ്ധ സ്ഥലത്തിന് മുൻപിലുള്ള തിരശീലയ്ക്ക് രണ്ടാം തിരശീലയെന്നും പേര് വന്നു. എബ്രായ ലേഖനം 9:3 അതിൻ്റെ തെളിവുള്ളത്. അത് നമ്മൾ തിരശീലയെക്കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് ചിന്തിക്കുന്നുണ്ട്. ആദ്യ ഈ സമയങ്ങളിൽ വാതിൽമറ, മറശീല, തിരശീല എന്നുള്ള 3 വാതിലുകളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ചാർട്ടിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാക്കാം. കിഴക്കേ ഭാഗത്തുള്ള 10 തൂണുകളിലെ 2 ഭാഗത്തും 3 തൂണുകൾ വിട്ടിട്ടാണ് ഉള്ള 4 തൂണിലാണ് ഈ വാതിൽമറ തൂക്കുന്നത്. ഇവിടെ വളരെ ആഴമായി മനസ്സിലാക്കേണ്ടതും എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാക്കുന്നതുമായ ചില ആത്മീക സത്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. പ്രാകാരത്തിൻ്റെ മുൻപിൽ നാം ഇപ്പോൾ കാണുന്നതായ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായ ഈ ഭാഗത്ത് ഉള്ള ഈ 4 തൂണിൽ കൊടുത്തിരിക്കുന്ന ഈ 20 മുഴം നീളത്തിലുള്ള ഈ വാതിൽ മറയ്ക്ക് 5 മുഴമാണ് ഉയരം. എന്ന് പറഞ്ഞാൽ 20 × 5 = 100 സ്ക്വയർ മുഴമാണ് ഇതിൻ്റെ വിസ്തീർണം. പക്ഷേ അകത്തേക്ക് നമ്മൾ കയറിപ്പോയി നമ്മൾ കാണുന്ന വിശുദ്ധ സ്ഥലത്തിന് മുൻപിലുള്ള മറശീലയ്ക്ക് അല്ലെങ്കിൽ 10 മുഴം നീളവും 10 മുഴം ഉയരവുമാണ്. 10 × 10 അതും 100 സ്ക്വയർ മുഴം വിസ്തീർണം അതിനുമുണ്ട്. ഇനിയും അകത്തേക്ക് കയറിപ്പോയാൽ അതിവിശുദ്ധ സ്ഥലത്തുള്ള തിരശീലയുടെ നീളവും 10 മുഴമാണ്, ഉയരവും 10 മുഴമാണ്. അപ്പോൾ 10 × 10 അതും 100 സ്ക്വയർ മുഴമെന്ന് കാണാം. ചിന്തനീയമായ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പ്രാകാരത്തിന് മുൻപിലുള്ള വാതിൽ മറയ്ക്ക് 20 മുഴം നീളമുള്ളപ്പോൾ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്ക് കിടക്കുന്ന മറശീലയ്ക്കും തിരശീലയ്ക്കും നീളം 10 മുഴമേ ഉള്ളൂ, പക്ഷെ ഉയരവും 10 മുഴമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തിരശീലയ്ക്ക് മുൻപിലത്തെ വാതിൽ മറയ്ക്ക് മാത്രം 20 മുഴം നീളമുള്ളപ്പോൾ മറ്റേ 2 മറശീലയ്ക്കും തിരശീലയ്ക്കും 30 മുഴമേ നീളമുള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ചില മർമ്മങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 27:16 ഞങ്ങളിപ്പോൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. വാതിൽമറ എന്ന് പറഞ്ഞാൽ പ്രാകാരത്തിലേക്ക് കയറുമ്പോൾ 20 മുഴം നീളമുള്ള വാതിൽമറ. അത് തൂക്കിയിരിക്കുന്നത് 4 തൂണിലാണ്. വായിക്കാം. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. വളരെ ശ്രദ്ധിച്ചല്ലോ. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. അതിൻ്റെ ഓർഡറിൽ പോലും ആഴമായ അർത്ഥങ്ങളുണ്ട്. അത് പിന്നീട് ചിന്തിക്കാം. പക്ഷേ ഈ 20 മുഴം നീളമുള്ള ഈ വാതിൽമറ തൂക്കുന്നത് 4 തൂണിലാണ്. അടുത്തത് മറശീല എന്ന് വെച്ചാൽ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിന് മുൻപിലുള്ള മറശീല. 26:37 ഞങ്ങൾ വായിക്കുന്നു. മറശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. മറശീല തൂക്കേണ്ടത് 5 തൂണിലാണ്. അതിന് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നു പൊതിയണം. അതിൻ്റെ താഴെയും ചുവടുകൾ ഉണ്ടായിരിക്കണം. ഇനി തിരശീലയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 26:32 പുറപ്പാട് 26:32 പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം. പൊൻകൊളുത്തായിരിക്കണം ഇവിടെ.
പ്രാകാരത്തൂണുകൾക്ക് വെള്ളിക്കൊളുത്തുകൾ വന്നപ്പോൾ ഇവിടെ കൊളുത്തുകൾ മാറ്റി പൊൻകൊളുത്തുകളാക്കി. അതും മുൻപോട്ടുള്ള എപ്പിസോഡിൽ ചിന്തിക്കുന്നതാണ്. ഈ കൊളുത്തുകളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ നമ്മുടെ വിഷയം ഇവിടെ തൂണുകളായതുകൊണ്ട് ഞാൻ അവിടേക്ക് നിൽക്കട്ടെ. 20 മുഴം നീളമുള്ള വാതിൽ മറയ്ക്ക് 4 തൂണുകളാകുമ്പോൾ മറശ്ശീലയ്ക്ക് 10 മുഴം നീളമേ ഉള്ളൂ. ആ 10 മുഴം നീളമുള്ള മറശ്ശീലയ്ക്ക് 5 തൂണുകൾ. അതേസമയം 10 മുഴം മാത്രം ഒരുപോലെ നീളമുള്ള തിരശ്ശീലയ്ക്ക് 4 തൂണുകൾ. എന്താണ് ദൈവം ഇങ്ങനെ ചെയ്യാൻ കാര്യം? നിങ്ങളെയും എന്നെയും ഈ സമാഗമന കൂടാരത്തിൻ്റെ പണി കൽപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ ദൈവം പറഞ്ഞ ഈ കണക്കുകൾ വെച്ചിട്ട് വേണമെങ്കിൽ ഒരാഴ്ച നമ്മൾ വാദപ്രതിവാദവും തർക്കങ്ങളും നടത്തിയേനെയും. കാരണം മറശ്ശീലയ്ക്ക് 5 തൂണ് ദൈവം പറഞ്ഞപ്പോൾ 10 മുഴം നീളമുള്ള ഈ മറശ്ശീലയ്ക്ക് 5 തൂൺ പറഞ്ഞപ്പോൾ സൂക്ഷ്മമായിട്ടും 20 മുഴം നീളമുള്ള വാതിൽ മറയ്ക്ക് അതിൻ്റെ ഡബിൾ തൂണുകൾ വേണം, അല്ലെങ്കിൽ അത് തുടിഞ്ഞു പോകും, താണു പോകും. അതുകൊണ്ട് 10 തൂണ് വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സഭയിൽ 2 പാർട്ടെങ്കിലും ജനമായേനേയും. ഒന്നുമില്ലെങ്കിൽ മാറി നിന്ന് പിറുപിറുക്കുകയും ചെയ്തേനെ. എന്തുകൊണ്ട് അവർ പിറുപിറുത്തില്ല? മോശ ഇതിനെ ചോദ്യം ചെയ്തില്ല, പണിതവരും ചോദ്യം ചെയ്തില്ല. എന്തുകൊണ്ട് ഇവിടെ ഈ കണക്കുകൾക്ക് ഇങ്ങനെ ദൈവം കൊടുത്തു? എന്താണ് അതിൻ്റെ അർത്ഥം? ഈ കണക്കുകൾക്ക് അർത്ഥം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഒരേ ഭാരവും വെയ്റ്റും ആണ് ഈ വാതിൽ മറയ്ക്കും മറശ്ശീലയ്ക്കും തിരശ്ശീലയ്ക്കും ഉള്ളത്. 2 തിരശ്ശീലകൾ മാത്രം 10 മുഴത്തിൻ്റേതായിരിക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ 20 മുഴത്തിൻ്റേത്. അങ്ങനെയെങ്കിൽ ഈ ചെറിയ കാര്യത്തിലെ ആഴമായ അർത്ഥം നാം ഗ്രഹിക്കണ്ടേ? ഗ്രഹിക്കാതിരുന്നാൽ നാം എവിടെ ചെന്നെത്തും? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പലരും നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് എന്തൊരു ദുഃഖമായിരിക്കും. ധനവാനോട് പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങളെ കേൾക്ക്, പഠിക്ക്, ശ്രദ്ധീര്, ഇതിൻ്റെ ആഴമായ അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ ദൈവം എത്രയോ പ്രാവശ്യം പറഞ്ഞ് എത്ര അപ്പോസ്തലന്മാരെ വിടുന്നു, എത്ര ക്ലാസ്സുകൾ എടുപ്പിക്കുന്നു, കേൾക്കാൻ മനസ്സില്ലാത്തവരെ കേൾപ്പിക്കാൻ ദൈവം എന്തെല്ലാം പദ്ധതി ഇടുന്നു. പക്ഷേ ഈ ചെറിയ കാര്യത്തിലെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, അപ്പോസ്തലനായ പൗലോസിനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവരങ്ങനെ വിളിക്കാൻ കാര്യം? അവരുടെ ഇഷ്ടത്തിനുള്ള ഉപദേശം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയുന്നു അപ്പോസ്തലൻ ഒരു തീവ്രവാദിയായിരുന്നു. ഉപദേശങ്ങൾക്ക് വലിയ വില കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ പറയുന്നു അപ്പോസ്തലൻ തീവ്രവാദിയായിരുന്നു. സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് മത്തായിയുടെ സുവിശേഷത്തെ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിലപ്പെട്ട ദൈവദാസനാകുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ തീവ്രവാദി എന്ന് വിളിച്ച് കളിയാക്കിയാൽ അതിന് കണക്ക് പറയേണ്ടി വരുമോ? ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. മത്തായി 24:19 23:13 ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! ഉറപ്പായും തെറ്റിച്ച് പഠിപ്പിക്കുന്നവർക്ക് കഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ ആഴമായ വചനത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുക. ഈ വാതിൽ 4 തൂണിലാണ് തൂക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിൽ പാലിനെക്കുറിച്ചും കട്ടിയുള്ള ആഹാരത്തെക്കുറിച്ചും പറയുന്നു. ഉപദേഷ്ടാക്കന്മാരാകേണ്ട പലരും ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്മതിന്മകളെ തഴക്കത്തിൽ അഭ്യസിലേ പറ്റത്തുള്ളൂ. അതിന് കട്ടിയുള്ള ആഹാരം കഴിക്കണം. അവരാണ് ഈ വാതിൽ മറയെ നമുക്ക് ഉയർത്തിപ്പിടിച്ചു തരുന്നത്. ആ 4 തൂണുകളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരാരാണെന്നുള്ളത്. യേശുവിനെ പുറത്തുനിന്നും വരുന്ന ദൂരദേശത്തു നിന്നും വരുന്ന ഒരാൾ, ശലോമോൻ്റെ പ്രാർത്ഥനയിലെ പോലെ, അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ പറയുന്നത് പോലെ, ദൂരസ്ഥരായവർക്കും. അപ്പോൾ
ദൂരദേശത്തു നിന്നും വരുന്ന ഒരാൾക്ക് ഈ പ്രാകാരത്തിലേക്ക് ദൈവത്തെ അന്വേഷിച്ച് വരികയാണെങ്കിൽ, കൂടാരത്തിലേക്ക് വരികയാണെങ്കിൽ, അവരാദ്യം വന്ന് നിൽക്കുന്നത് ഈ വാതിൽമറയുടെ മുൻപിലാണ്. ഈ വാതിൽമറയെ അതിൽ 4 നൂലുകളുണ്ട്. ആ 4 നൂലുകൾക്കകത്ത് കംപ്രസ് ചെയ്ത് ചേർത്തിരിക്കുന്ന അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലും മറ്റും ഒതുക്കിയിരിക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ മുഴുവൻ ബുക്കിൻ്റെ മുഴുവൻ എപ്പിസോഡുകളോ അല്ലെങ്കിൽ പേജുകളോ അത് കംപ്രസ് ചെയ്ത് ചേർത്തിരിക്കുന്നത് പോലെ ഈ 4 നൂലുകൾക്കകത്ത്, നിറങ്ങൾക്കകത്ത് ചേർത്തിരിക്കുന്ന യേശുവിൻ്റെ സപ്തമഹിമ വർണ്ണന, അത് ഉയർത്തിപ്പിടിച്ച് തരുന്നത് 4 തൂണുകളാണ്. ലോകമേ, ഈ ലോകത്തിന് നമ്മുടെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് 4 തൂണുകളാണ്. അതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുവിൻ്റെ നൂലിലെ ധൂമ്ര നിറത്തെ ഉയർത്തിപ്പിടിക്കുന്നത് മത്തായിയുടെ സുവിശേഷവും, യേശുവിൻ്റെ മാർദ്ദവത്തെ അല്ലെങ്കിൽ ദാസ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷവും, യേശുവിലെ മനുഷ്യത്വത്തെ, ബലിയായ മനുഷ്യത്വത്തെ, മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യജന്മം എടുത്ത ആ ഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷവും, യേശുവിൻ്റെ നീല നൂലിലെ അല്ലെങ്കിൽ ദൈവത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഈ 4 തൂണുകളാണ് 4 സുവിശേഷ കർത്താക്കൾ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ദൈവത്തിൻ്റെ ജനമേ, ദൈവം എന്തുകൊണ്ട് ഈ 20 മുഴം നീളമുള്ള ഈ വാതിൽമറയെ 4 തൂണുകളാക്കിയിരിക്കുന്നു? മത്തായി യഹോവയുടെ ദാനം. യേശു വിളിച്ചു നിർത്തിയ ശിഷ്യൻ മത്തായി 9:9, മറുപേര് ലേവി, ലൂക്കോസ് 5:27. മത്തത്യാവ് എന്ന പേരിൽ നിന്നാണ് മത്തായി എന്ന പേരുണ്ടായിരിക്കുന്നത്. ഗലീലക്കാരനായ അൽഫായുടെ പുത്രനാണ് ലൂക്കോസ് 2:14. യാക്കോബിൻ്റെ സഹോദരൻ, ഇടപ്രഭുവായ ഹേരോദാവിന് വേണ്ടിയുള്ള ടാക്സ് കളക്ടറായിരുന്നു, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. മത്തായി 9:9, 10:3. രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്ന് പാരമ്പര്യം പറയുന്നു. മത്തായി, ലേവി യേശുവിന് വീട്ടിൽ വിരുന്നൊരുക്കി സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന വ്യക്തിയെന്ന് ലൂക്കോസ് 5:21 നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മർക്കോസ് യെരുശലേമിലെ യഹൂദ സഭയിൽ മാന്യസ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഒരു വലിയ ചുറ്റിക എന്ന മറുപേരുണ്ട്, അല്ലെങ്കിൽ മറുപേര് യോഹന്നാൻ, അപ്പോസ്തലപ്രവൃത്തി 12:12. അമ്മയുടെ പേര് മറിയ, യഹൂദ സ്ത്രീയായിരുന്നു, അപ്പോസ്തലപ്രവൃത്തി 12:12. ബർന്നബാസ് അമ്മയുടെ സഹോദരനായിരുന്ന അപ്പോസ്തലപ്രവൃത്തി 4:36 കാണാം. പൗലോസിൻ്റെ ഒരു തോഴനായിരുന്നു എന്നും അപ്പോസ്തലപ്രവൃത്തി 12:25 കാണുന്നു. നീറോ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷി മരണം വരിച്ചുവെന്നും അദ്ദേഹം തൻ്റെ പ്രവർത്തനത്തിന് ശേഷം ഈജിപ്തിലാണ് അവസാന കാലം കഴിച്ചതെന്നും അവിടെ വെച്ച് ചുട്ടുകൊന്നുവെന്നുമാണ് പാരമ്പര്യം പറയുന്നത്. ഇത് ഹിസ്റ്ററിയാണ്, അതുകൊണ്ട് അത് അതുപോലെ എടുത്താൽ മതി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സുവിശേഷകനായിരുന്നു, പ്രകാശം കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ലൂക്കോസിനുള്ളത്. വൺസ് ഹു ഗീവ്സ് ലൈറ്റ്. അപ്പോസ്തല പ്രവൃത്തിയുടെയും ലൂക്കോസിൻ്റെ സുവിശേഷവും എഴുതി. ശ്രീമാനായ തെയോഫിലോസ് എന്നുള്ള എഴുത്തോടുകൂടി 2 സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും തുടങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസിനോടുകൂടി വേല ചെയ്തിരുന്നു. 2 തിമോഥെയോസ് 4:11 കാണാം. രക്തസാക്ഷിയായി മരിച്ചു എന്ന് ലൂക്കോസിനെ കുറിച്ച് പാരമ്പര്യം പറയുന്നു. പൗലോസിനാൽ വിശ്വാസത്തിൽ വന്നതാകാമെന്ന് കൊലോസ്യർ 4:14 നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 85-ാം വയസ്സിൽ എഫെസോസിൽ അധികാരികളാൽ കൊല്ലപ്പെട്ടു എന്ന് ഒരു പാരമ്പര്യവും പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന യോഹന്നാൻ ദൈവം കൃപാലുവാകുന്നു എന്ന് കാണാം. സെബദിയുടെ മകനാണ്. മത്തായി 27:56, മത്തായി 10:3 കാണാം. യാക്കോബിൻ്റെ ജ്യേഷ്ഠനാണ് മത്തായി 10:3. അമ്മയുടെ പേര് ശലോമ എന്നായിരുന്നു. മർക്കോസ് 16:1, മത്തായി 27:56 പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. യേശുവിൻ്റെ അമ്മയും ശലോമയും സഹോദരിമാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 19:25, മർക്കോസ് 16:1, മത്തായി 27:56 ചേർത്ത് പഠിക്കുമ്പോഴാണ് ആ ഭാഗം നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. ഒരു സമ്പന്ന കുടുംബമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വള്ളവും വലയും മറ്റും ഉണ്ടായിരുന്നു. ഹേരോദാവിൻ്റെ മിനിസ്റ്ററായിരുന്ന ഹൂസയുടെ ഭാര്യ യോഹന്നായുടെ അമ്മയായ ശലോമയുടെ കൂട്ടുകാരിയായിരുന്നു
യേശു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വാക്യങ്ങൾക്ക് ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, ഇത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു ക്ലാസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ സമാഗമന കൂടാരം എന്ന പുസ്തകത്തിൻ്റെ ആ ചാപ്റ്റർ അനുസരിച്ചാണ് ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം ആ പുസ്തകം കൂടെ വെച്ച് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം കൂടി വെച്ച് പഠിക്കാമെന്നതാണ്. ഈ 4 തൂണുകൾ താമ്ര ചുവടിന്മേലാണ് നിന്നത് എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മറ്റു തൂണുകളെപ്പോലെ ഇവരെയും കർത്താവിൻ്റെ യാഗത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് കാണുന്നു. താമ്ര ചുവടുകൾ യാഗമായ ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനും ചരടുകൾ സ്നേഹത്തെയും കാണിക്കുന്നു എന്ന് നമ്മൾ ഇതിനു മുൻപ് പഠിച്ചല്ലോ. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ നേരെ നിർത്തിയത് പുറത്തേക്കുള്ള ചരടും, യേശുവിൻ്റെ മരണശേഷം വള്ളവും വലയും എടുത്ത് ലോകസ്നേഹത്തിലേക്ക് പോയപ്പോൾ നേരെ നിർത്തിയത് അകത്തേക്കുള്ള ചരടുമെന്നും വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ ഉപദേശങ്ങളിൽപ്പെട്ട് വലയുമ്പോൾ, നമ്മളെ ലോകമോഹത്തിലേക്ക് നമ്മൾ വീഴാൻ പോകുമ്പോൾ ഉപദേശങ്ങൾ തന്ന്, പ്രബോധനങ്ങൾ തന്ന് നമ്മളെ നേരെ നിർത്തുന്നത് സഭയ്ക്കകത്തു നിന്നും നമുക്ക് കിട്ടുന്ന പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരും ഒക്കെ കൂടിയുള്ള സ്നേഹനിർഭരമായ ഇടപാട് കൊണ്ടാണ്. എന്നാൽ നാം അകത്തേക്ക് വീഴുമ്പോൾ പുറത്തൊരു താമര കുറ്റിയുണ്ട്, ലോകത്തിൻ്റെ കണക്കുകളുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു കുറ്റിയുണ്ട്. അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനവുമായിട്ടൊക്കെ പഠിക്കുമ്പോൾ, കർത്താവിൻ്റെ ഈ ഹിസ്റ്ററിയുമായിട്ട് പഠിക്കുമ്പോൾ ബന്ധപ്പെടുന്നത് മനസ്സിലാക്കാമെന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മെ നേരെ നിർത്തുന്നു. എത്രയോ തവണയാണ് ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും ഈ ചരടുകൾ മുറുക്കി വലിച്ച് നേരെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ സമാഗമന കൂടാരം പുസ്തകം എഴുതിയത് എൻ്റെ 63-ാമത്തെ വയസ്സിലാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എനിക്ക് തന്നിട്ടുള്ള ജ്ഞാനങ്ങളും അറിവുകളും അത് എൻ്റെ സാക്ഷ്യമാണ്. അത് ഞാൻ മരിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരിലേക്ക് പകർന്നില്ലെങ്കിൽ അതിൻ്റെ കണക്ക് ഞാൻ പറയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകം വായിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുസ്തകം വായിച്ച ഒരു മാന്യനായ വ്യക്തി, ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ നിർബന്ധത്താലാണ്, അദ്ദേഹവും അവരുടെ ആ സഭയുമാണ് ഇതിന് സ്പോൺസർ ചെയ്യുന്നത്. അവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഒരു ചിന്തനീയമായ ഭാഗം കൂടി ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് എഫേസ്യർ 1:4 നമ്മൾ വായിച്ച് കേൾപ്പിക്കാം. ഇപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. എന്ന് പറഞ്ഞാൽ വാസ്തവമായ സ്വർഗത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുത്ത് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് തൻ്റെ ദാസനായ മോശയെ ഏൽപ്പിക്കുമ്പോൾ ദൈവം 4 തൂൺ അവിടെ പറഞ്ഞിരുന്നു എങ്കിൽ ആ 4 തൂണുകളൊന്ന് ജനിച്ചിട്ടില്ല. അടുത്ത എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. ആദം അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുന്നത് പോലെ അവരവരുടെ പിതാക്കന്മാരിൽ കൂടി പിതാക്കന്മാരുടെ കടിപ്രദേശത്ത് ഇരുന്നിരുന്നവരാ. അവർ ജനിച്ചിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്നാൽ ഈ ബ്ലൂ പ്രിൻ്റ് മോശയ്ക്ക് കൊടുത്ത് മരുഭൂമിയിൽ കൂടാരം പണിത് 4 തൂണുകൾ നിർത്തിയപ്പോൾ എൻ്റെ ദൈവം മത്തായിയെ, മർക്കോസിനെയും ലൂക്കോസിനെയും കണ്ടിരുന്നു എങ്കിൽ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദൈവമക്കളെ, ഇത് സ്പോൺസർ ചെയ്യുന്ന വിശ്വാസികളെ, സഭാവിശ്വാസികളെ, ഇത് കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായും ആത്മാവിൽ നിറഞ്ഞു പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെയും എന്നെയും എൻ്റെ ദൈവം ലോകസ്ഥാപനത്തിനു മുൻപ് ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ. പക്ഷേ ചരിയരുത്, വീഴരുത്, നേരെ നിൽക്കണം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ 4 തൂണുകളുടെ ബ്ലൂ പ്രിൻ്റ് എടുത്ത് മോശയെ പർവ്വതത്തിൽ വെച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ മത്തായും, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും ജനിച്ചിട്ടില്ല. അവരുടെ പിതാക്കന്മാരുമില്ല. അവരുടെ പാരമ്പര്യത്തിലെ അനേക കണ്ണികൾ പുറകിൽ നിന്ന് ദൈവം അവരെ കണ്ടുകൊണ്ട് അവരെ തിരഞ്ഞെടുത്ത് ഈ തൂണുകളാക്കിയെങ്കിൽ, ശുശ്രൂഷഗണമേ, ചെറുതും വലുതുമായ ഓരോ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷഗണമേ, എൻ്റെ കൂടെ ഇരുന്ന് ഈ വാക്യം വായിച്ചു തരുന്ന പ്രിയ സഹോദരിയെ ഉൾപ്പെടെ ഞാൻ പറയട്ടെ, നിങ്ങളെ എല്ലാവരെയും ഈ ശുശ്രൂഷയ്ക്ക് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെയെങ്കിൽ അങ്ങും ഞാനും ആക്കിയിരിക്കുന്ന ഇന്നത്തെ നില എന്ത്? അത് ചെയ്ത് ഭംഗിയോടെ തീർത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്ത് നാം മുൻപോട്ട് പോകണം. കാരണം നമ്മെ എത്ര മുൻപേ ദൈവം കണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി പറയുന്നു. ഈ വാതിൽ മറ ഉണ്ടാക്കേണ്ടത് 4 നിറങ്ങളുള്ള നൂലുകളാലാണ്. ഈ 4 നൂലുകൾ 1 നീലനൂൽ, 2 ധൂമ്രനൂൽ, 3 ചുവപ്പ് നൂൽ, 4 പിരിച്ച പഞ്ഞിനൂൽ എന്ന് കാണുവാൻ കഴിയും. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്ന് നമ്മൾ കാണുന്നു. 4 നൂലുകളുടെ അർത്ഥം ചാപ്റ്റർ 3 ഞങ്ങൾ വിവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ 4 നൂലുകൾ ദൈവത്തിൻ്റെ 4 ഭാവത്തെ കാണിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, ആ 4 നൂലുകൾക്ക് അതിൻ്റേതായ അർത്ഥങ്ങൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ആ 4 നൂലുകൾ കർത്താവിൻ്റെ 4 ഭാവത്തെ കാണിക്കുമ്പോൾ ഒരു പാപിയായ വ്യക്തി ഈ 4 സത്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ യേശു ദൈവമാണെന്നും യേശു നമ്മുടെ രാജാവാണെന്നും വെളിപ്പാട് 19:16 യേശു നമുക്കായി രക്തം ചിന്തി ഉയർത്തെഴുന്നേറ്റുവെന്നും 1 കൊരിന്തി 5:7 എബ്രായർ 9:12 യേശു വിശുദ്ധനും നിർമ്മലനും താഴ്മയുള്ളവനും മനസ്സിലാക്കിയിട്ടാണ് ഈ വാതിലുകളിലേക്ക് നാം കടന്ന് ചെല്ലേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഈ വാതിലുകളെക്കുറിച്ച് ഏതാനും ഭാഗങ്ങൾ കൂടി ചിന്തിക്കുവാനുണ്ടെങ്കിലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഈ വാതിലിൻ്റെ മുൻപിലേക്ക് ഒരു പാപിയായ മനുഷ്യൻ കടന്നു വരുമ്പോൾ ഈ വാതിലിനെ ഉയർത്തിപ്പിടിക്കുവാൻ 20 മുഴമുണ്ടായിട്ടും എൻ്റെ ദൈവം 4 തൂണുകൾ മാത്രമേ അതിന് നിർത്തിയുള്ളെങ്കിൽ ശ്രദ്ധിക്കണമേ, അതിൻ്റെ പുറകെ വരുന്ന 10 മുഴം നീളമുള്ള ആ മറശ്ശീലയ്ക്ക് 5 തൂണുകളുണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആ 5 തൂണിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. ഈ സമാഗമന കൂടാരത്തിൻ്റെ പരസ്യം കൊടുത്തപ്പോൾ അതിൽ ഇങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്: ഏതൊരു ശുശ്രൂഷകനും തികഞ്ഞ ശുശ്രൂഷയിലാകണമെങ്കിൽ, ഏതൊരു വിശ്വാസിയും ഒരു തികഞ്ഞ പൂർണ്ണതയുള്ള വിശ്വാസിയാകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട നിഴലും പൊരുളും അടങ്ങുന്ന മഹനീയ ഗ്രന്ഥം, മഹനീയ വിഷയം എന്ന് പറയുവാനിടയായി. ദൈവത്തിൻ്റെ ജനമേ, ഈ ആഴങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മഹിമയിൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കുമേ. അങ്ങു ജീവന്റെ നദി